മാസം നീണാൾ വാഴട്ടെ എന്ന ഒരു കുഞ്ഞോ അപ്പച്ചന്മാരോ അമ്മച്ചന്മാരോ ഏറ്റു പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മട്ടാഞ്ചേരി കുരിശിനെ മറക്കുവാൻ നമുക്ക് കഴിയില്ല. കാരണം ഇവിടെ വെച്ച് 1653 ജനുവരി മാസം 1-ാം തീയതി ഇങ്ങനെ ഒരു കുരിശത്തിൽ നടന്നില്ലായിരുന്നെന്ന് വരികയിൽ ജയ കാതോലിക്കോസ് വിളിക്കാനോ കാതോലിക്കായോ മാസം നീണാൾ വാഴട്ടെ എന്ന് പറയുന്നത് ഒരു സിംഹാസനമോ കാണുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. കാരണം നമ്മളെ മുഴുവൻ അതേപോലെ അന്നത്തെ കാലത്തൊക്കെ വീരട്ടി വെച്ച് നമ്മുടെ വലിയ കൊച്ചുമാരെല്ലാം മുദ്രയിൽ പീഡിപ്പിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാം മുദ്രയിലേക്ക് മാറ്റുന്നു. നമ്മുടെ ആരാധന മുഴുവൻ മാറ്റുന്നു. കിഴക്കോട്ടുള്ള ആരാധന പടിഞ്ഞാട്ടാക്കുന്നു. ഇതൊക്കെ അറിയാവുന്നതിൽ പടിഞ്ഞാട്ടുള്ള കിഴക്കോട്ടാക്കാൻ എന്തൊരു പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ ആരാധന മാറ്റുന്നു, ഹോസ്റ്റികളാക്കി രൂപങ്ങളാക്കി അങ്ങനെ മുഴുവൻ നമ്മളെ മുഴുവനും കത്തോലിക്കലിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ അന്ന് നമ്മുടെ കാതോലിക്ക ബാവായിട്ട് ആ സ്ഥാനം വഹിക്കുന്നതാണ് ഗീവർഗീസ് അർക്കത്തിയപ്പൻ, വൃദ്ധനായ പിതാവാണ്. ആ പിതാവിനെ വളരെയധികം ഭീഷണിപ്പെടുത്തി തോക്കിന് മുന്നിൽ നിർത്തി അദ്ദേഹത്തിന് റോപ്പിടി പിടിച്ചു. അങ്ങനെ ഒരു സിനോഡോസ് വിളിച്ചു കൂട്ടി. ആ സിനോഡോസാണ് ഉദയംപുരം സിനോഡോസ്. നമ്മളെ മുഴുവൻ അതിലേക്ക് മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ പിതാവായി അടുത്ത ചുമതലയച്ചത് ഓരോ സ്ഥിതി ബാവാതെ പോലെ ഒരു ചെറുപ്പമായിരിക്കുന്ന ഒരാൾ അദ്ദേഹം ചുമതലയേച്ചെങ്കിൽ മരിക്കേണ്ടി വന്നാലും ഈ മാർത്തോമാസിയുടെ സിംഹാസനം സംരക്ഷിക്കുന്നതിന് നിലകൊള്ളും. മാർത്തോമ ഒന്നാമൻ അങ്ങനെ ചുമതലയേറ്റു. അദ്ദേഹം എല്ലാവരെയും കൂട്ടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ചരിത്ര പ്രസിദ്ധമായ ഒരു സത്യം മട്ടാഞ്ചേരി വെച്ചത്. അങ്ങനെ ഒരു സത്യം നടന്നില്ലായിരുന്നു എന്ന് വരികയും ഇന്ന് മാർത്തോമാസിയുടെ വൈദ്യുതവുമില്ല, കാര്യക്രിയവുമില്ല, നമ്മുടെ ഓർത്തഡോക്സുകാരായിട്ട് നമ്മൾ അവശേഷിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വെട്ടിക്കുന്ന ദേവാലയത്തിലെ മക്കൾ ഇന്ന് ജയ കാതോലിക്കോസ് വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഏതാണ്? ഇവിടെ വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായ ഒരു ദിവസം. രണ്ട്, നമ്മുടെ ആരാധനകളും തൈലങ്ങളും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. കാണട്ടെന്ന് പറഞ്ഞ് മേടിച്ചു, എന്നിട്ട് ആ മേടിച്ചതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. തൈലങ്ങളും നശിപ്പിച്ചു. അങ്ങനെ നമ്മുടെ വെല്ലുപ്പിച്ചുമാർ ദുഃഖത്തോടെ ഭാരത്തോടെ വയ്ക്കുക. ഇല്ല കാണട്ടെന്ന് പറഞ്ഞ് മേടിച്ചതല്ലേ നമ്മുടെ കണ്ണുമുമ്പിലിട്ട് നശിപ്പിക്കാതിരിക്കും എല്ലാവരും പ്രയാസം നിൽക്കുമ്പോൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റൊരു സംഗതി നടക്കുന്നത്. നമ്മുടെ ഈ ബാവ ബുദ്ധനായ അകത്തുള്ള ബാവയെ പിടിച്ചുകെട്ടി നിങ്ങൾ കയറി രാജകൊട്ടാരത്തിൻ്റെ അവിടെ കുറുകിൽ കൊണ്ട് നടച്ചു. ബാവായെ വീട്ടിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് കാണുന്ന ഈ അതിദുരന്തമായ കാഴ്ച. അങ്ങനെ ബാവായെ കടലിൽ പോകുന്ന കാഴ്ച കണ്ടു. അതുകൂടെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പ്രയാസത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കുരിശത്തിൽ നടത്തിയത്. അതിനുശേഷം നമ്മുടെ തൈലമെല്ലാം നശിപ്പിച്ച ശേഷം ആദ്യമായി ഒരു പരിശുദ്ധ തൈലം കൂദാശ ചെയ്തത് ഈ പള്ളിയിൽ വെച്ച്. അപ്പം വെട്ടിക്കുന്നേൽ പള്ളിയിലെ പരിശുദ്ധ മാമോദീസയ്ക്ക് പരിശുദ്ധ മൂറൻ തൈലം എടുക്കുമ്പോൾ മട്ടാഞ്ചേരി പള്ളിയെ ഓർക്കണം. 3, വെട്ടുകുന്നേൽ പള്ളി അവിടെ ഒരു കുർബാനക്രമം കയ്യിലെടുക്കുമ്പോൾ മട്ടാഞ്ചേരി പള്ളിയെ ഓർക്കണം. കാരണം നമ്മുടെ ആരാധന ദിവസങ്ങളിൽ നശിപ്പിച്ച ശേഷം ഈ പള്ളിയിൽ പാർത്ത ശക്രള്ള ബാബയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നു. ഇവിടെയും ബാബയുടെ ഫോട്ടോ ഉണ്ട്. ബാബായും ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ഏരുസലേമിലെ മാതൃകോറിയസും മറിയമാനിയസ് ബാബ ഇവർ ചേർന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ ആരാധന പുസ്തകങ്ങളെല്ലാം മലങ്കരയിൽ നടപ്പിൽ വരുത്തിയത്. അപ്പോൾ UK കുന്നമംഗലത്തായിരുന്നാലും കുണ്ട്രയായിരുന്നാലും കൊല്ലമായിരുന്നാലും ഏത് സ്ഥലമായിരുന്നാലും അവിടെ എല്ലാം ഉപയോഗിക്കുന്ന കുർബാനക്രമം മലങ്കര സഭ മുഴുവൻ നടപ്പിൽ വരുത്തുക മറിയമാനിയസ് ബാബ, ശക്രള്ള ബാബ ഈ തുടങ്ങിയ പിതാക്കന്മാരാണ് ഈ ആരാധന ദിവസങ്ങളെല്ലാം. അപ്പം ഈ കുർബാനക്രമം കയ്യിലെടുക്കുമ്പോൾ മട്ടാഞ്ചേരി പള്ളിയെ ഓർക്കുമോ? 5, 4 ഈ പരിശുദ്ധ ദേവാലയം ആദ്യത്തെ സെമിനാരിയായിരുന്നു. ഈ സെമിനാരിനെ പഠിച്ചൊരു ശമാശൻ പിന്നീട് ഈ മധുവാഴ്ച ശക്രള്ള ബാബയെ കശീശയാക്കി, ശക്രള്ള ബാബയെ പിന്നീട് കശീശയാക്കി. അദ്ദേഹം പിന്നീട് കോട്ടയത്ത് പോയി അവർ സെമിനാരി സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച പഴയ സെമിനാരി സ്ഥാപകൻ പഠിച്ചതും ഇവിടെ തന്നെയാണ്. പുലിക്കോട്ടിൽ തിരുമേനി പഠിച്ച സെമിനാരി. പിന്നീട് പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി കൊച്ചു ശമാശനായിട്ട് തിരുമേനിയും വാർത്ത ഒരു ദേവാലയം. 5-ാം മാർത്തം 6-ാം മാർത്തം ഇവരെല്ലാം ഇവിടെ താമസിച്ചു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവരുടെ ജീവിതശൈലി. എന്താണ് ഇതയോ സിമ്പിളായിട്ടുള്ള ജീവിതമാണ്. പക്ഷെ അവരാണ് മറക്കുലസ് ആയിട്ടുള്ള ഹീലിംഗ് നടത്തിയതായി പറയപ്പെട്ട പിതാക്കന്മാർ. അങ്ങനെ അനേകം പരിശുദ്ധ പിതാക്കന്മാർ താമസിച്ച ഒരു ദേവാലയമാണ് ചോർന്നൊളിച്ച് ജീർണിച്ച് അനാഥമായി നമുക്ക് നഷ്ടമാകുന്ന വിധത്തിൽ കിടന്നൊരു ദേവാലയം. ഇപ്പോൾ നമ്മുടെ മാധ്യസ്ഥതയും ബാബാദിന് വേണ്ടി പറയുന്നതും ഇങ്ങനെയാണ്. നമുക്ക് നഷ്ടമായി കിടന്നൊരു ദേവാലയം ഇന്ന് ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് തിരിച്ചു കിട്ടി. ഇന്ന് ഈ സ്ഥലം 60 സെൻറ്റ് സ്ഥലം ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലായി. ദൈവം കരുണ ചെയ്തിട്ട് അനുഗ്രഹമായി ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലം ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കോടികളുടെ ആസ്തിയാണ്. ഈ കോടികളുടെ ആസ്തിയുള്ള മലങ്കര സഭയുടെ ഈ അപൂർവമായ സ്വത്ത് ഇത്രയും പുണ്യപ്പെട്ട പിതാക്കന്മാർ താമസിച്ച
ഇത്രയും അനുഗ്രഹമുള്ള ഈ ദേവാലയം മാത്രമല്ല, പരിശുദ്ധനായ ഗീവർഗീസയുടെ കൈവരിലുള്ള ഏക ദേവാലയം കൂടിയാണ്. അത് നമുക്ക് ദൈവനമ്പുരാൻ തിരികെ തന്നിരിക്കുന്നത്. ഏറെ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളേറെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം ദൈവനമ്പുരാനെ ദൂരീകരിക്കുവാൻ പോകണം. ഈ പള്ളിക്കകത്തുനിന്നും മപ്പഹായിന്ന് 2 രഹസ്യങ്ങൾ കണ്ടെത്തി. ആ 2 രഹസ്യങ്ങൾ നിമിത്തമാണ് ഇന്ന് വാസ്തവത്തിൽ ഇന്ന് ഈ പള്ളി ഇത്രയും അനുഗ്രഹമായിരിക്കുന്നത്. നമ്മുടെ ആരുടെയും എടുക്കുന്നതല്ല. പക്ഷേ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഇത്രയും അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ ഈ ദേവാലയം നമ്മുടേതാണ്, പക്ഷേ നമുക്കത് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ കിടന്നിരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരോ പോലീസുകാരോ ഒന്നും നമ്മളെ സഹായിക്കാതെ ഈ പള്ളിയിൽ നിന്ന് കണ്ടെത്തിയ 2 രഹസ്യങ്ങൾ നിമിത്തം നമുക്ക് ഈ ദേവാലയം തിരിച്ചു കിട്ടുവാനിടയിൽ. അതിൽ ഒന്നാമത്തെ പള്ളിയുടെ ഭിത്തിയിൽ ഇപ്പോൾ മറവലയ്ക്കുന്നത് കാണാം. ആ ഭിത്തിയിൽ നിന്ന് ആദ്യത്തെ ആദ്യത്തെ പരിശുദ്ധ മോറോൻ കൂതാശി എന്ന് പറഞ്ഞില്ലേ, ആ പരിശുദ്ധ മോറോൻ അതിലുണ്ട്. രണ്ടാമത്തെ തോമസിൻ്റെ പുറകിൽ കണ്ടെത്തി. അവ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ വിളിച്ചാൽ പുണ്യവാൻ പരിശുദ്ധ ഗീവർഗീസയുടെ കൈവരിൽ അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഈ ദേവാലയത്തിൽ കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകം ആളുകൾ കാണുന്ന സൗഖ്യം. ഒരൊറ്റ ഇടവക്കാരുടെ വീട്ടുകാരുടെ ഒരുത്തരുമില്ല. പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നു, കുർബാനയ്ക്ക് ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്ന ഈ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ 6:05 പിന്നെ ഇതിനകത്ത് കയറാൻ സ്ഥലമില്ല. പള്ളിക്ക് നിറച്ചും പുറത്തും വരാന്തയിലും ആളുകളായി. ഈ വരുന്ന ആളുകളെല്ലാം എവിടുന്നറിയാം. വെള്ളിയാഴ്ച ദിവസം വെളുപ്പിന് രാവിലെ കുന്നുംകുളത്തുനിന്ന് അമ്മമാരുടെ വീട്, അജൻകുന്ന്, ഒരുപത്തമ്പത്ത്, അതിരുവല്ല, അതിരുശൂര്, ദുബൈ, ഗൾഫ്, ദുബൈ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളുമായി അനേകം ആളുകൾ അങ്ങനെ വരത്തക്ക വിധത്തിലാണ് ഇവിടെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലൊക്കെയായിട്ടും ആളുകൾ വരും. ഇപ്പം നമുക്കറിയാം ബാബാതിരുവിൻ്റെ പള്ളിയിൽ ആദ്യം 30 പേര്, പിന്നെ 50 പേര്, 100, 230 പേര് എല്ലാവരും വെളുപ്പിന് വെള്ളിയാഴ്ച 4 മണിക്ക് ഇറങ്ങി ഇവിടെ കുർബാനയ്ക്ക് വന്ന് കുർബാനയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഒരു ദിവസം മുതൽ ഇവിടെ ബാബാതിരുവിൻ്റെ പള്ളിയിൽ നിന്ന് അവർ വെച്ചു. അതിനുശേഷം നെടുമാ പള്ളിക്കാർ, അതിന് മുമ്പ് നെടുമാ പള്ളിക്കാർ, അങ്ങനെ ഓരോ പള്ളിക്കാരും കുണ്ടറ, പുത്തൂര്, അങ്ങനെ ഓരോ പള്ളിക്കാരും വെള്ളിയാഴ്ച ദിവസം നോക്കി ഇവിടെ വരും. എന്നിട്ട് ഇവിടെ ഒരു ആരാധന സംബന്ധിക്കും. കഴിഞ്ഞ ദിവസം മഹേഷ് അച്ഛൻ്റെ പള്ളി, അതിന് മുമ്പ് ജസ്മിൻ്റെ പള്ളി, അങ്ങനെ ഓണക്കൂർ പള്ളി, അങ്ങനെ ഓരോ പള്ളിക്കാരും അങ്ങനെ ഇവിടെ വന്ന് ആ വെള്ളിയാഴ്ച ദിവസം വന്ന് കുർബാന അർപ്പിക്കുകയും കുർബാനയെ സംബന്ധിക്കുകയും അങ്ങനെ ഒരു അനുഗ്രഹമായി പോകും. അങ്ങനെ കണ്ണുനീരോട് വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാവണം ഇവിടെ പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ചത്തെ കുർബാനയിൽ എല്ലാവരും ഒറ്റ കളർ വസ്ത്രമില്ല, എല്ലാവരും വെള്ള വസ്ത്രമാണ്. ഈ വരുന്നവരെല്ലാം വെള്ള വസ്ത്രം. കത്തോലിക്കര്, മൊത്തം തൊഴിയൂര്, ലളിത, എസ്രിയ, അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഈ ആരാധന ഓർത്തഡോക്സ് മാത്രമല്ല, എല്ലാവരും കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 8, 10, 12 പേർക്കാണ് ഉണ്ണിയപ്പം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നെയ്യപ്പം ഉണ്ടാക്കി ആവശ്യമായിട്ട് വരും. അതിൻ്റെ കാരണമില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോന്നും കിട്ടുന്ന സൗഖ്യം അനുഗ്രഹമാണ്. അവർ പറയും അമൃത ഹോസ്പിറ്റൽ ഇത്രയും വന്ന് ഞങ്ങൾ ഇരിക്കും, പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഉറങ്ങി വരുന്നില്ല. ദൈവം അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ അനേകരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ദിവ്യമായ ശക്തി സാന്നിധ്യമുണ്ട്. അങ്ങനെ സാന്നിധ്യം നമുക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള ഈ മുസ്ലിം സഹോദരങ്ങൾക്കും എല്ലാം അനുഭവിക്കുവാനൊക്കെ ഇടയാക്കുന്നതിൽ ദൈവത്തിൻ്റെ ദിവ്യമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടം കൂടിയാണ്. വിളിച്ചാൽ വെളിപ്പുറത്തെന്ന് പറഞ്ഞാൽ അത് വളരെ ശക്തമായി അനുഭവിക്കുന്ന ഒരിടത്താണ് ബഹുമാനപ്പെട്ട യാക്കോബ് അച്ഛൻ വെട്ടിക്കുന്നൽ സെൻറ് ജോർജ് ദേവാലയത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ കാവൽപിതാവായ സഹതായുടെ കൈവരിലേക്ക് തന്നെ തൊടുവാനെന്നുള്ളത് മഹാഭാഗ്യം. ആ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ നിങ്ങൾക്ക് പങ്കിടുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു.